ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസ ഒരുക്കിയിരിക്കുകയാണ് യുവ കർഷകനായ അലി അക്ബർ. റമദാൻ വിപണിയെ ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തനാണ് വിളവെടുത്തത്. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിർജീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും അലിയുടെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോ ആണ് ഇത്തവണത്തെ കൃഷിയിടത്തിലെ താരം. രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് അക്ബർ 100 മേനി വിളവ് നേടിയത്. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. അത് മധുരത്തിൽ നല്ല മധുരമാണ്. പിന്നെ ഓറഞ്ച് മഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ഒരു വെറൈറ്റിയിലാണ് ഓറഞ്ച് മഞ്ച്. പിന്നെ ഇത് മുക്കാസ് പറഞ്ഞ വെറൈറ്റിയാണത്. പിന്നെ കൃഷ്ണ എന്നുള്ള വെറൈറ്റി സാധാ തണ്ണിമത്തലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മധുരക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ജന്നത്ത് പറഞ്ഞ വേറെ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ റൈഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ അനേകം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്. നാടൻ തണ്ണിമത്തിന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്.